നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമാണെന്ന് തോന്നുമ്പോൾ പക്ഷെ ഒരു ചോദ്യം, ആ ഇഷ്ടം യഥാർത്ഥത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്താണോ? ഇപ്പോൾ രാവിലെ കണ്ണ് തുറന്നു, ഫോൺ എടുത്തു, നോട്ടിഫിക്കേഷൻ മാത്രം നോക്കാനായിരുന്നു ഫോൺ എടുത്തത്. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, ഇപ്പോഴും നിങ്ങളുടെ കണ്ണ് സ്ക്രീനില്ല, വിശപ്പില്ല. വേറെ ചില സമയത്ത് മുന്നിലൊരു പ്രത്യേക ഭക്ഷണം കണ്ടു, അത് കഴിക്കണമെന്ന് തോന്നുന്നു, ശരിക്കും ആവശ്യമില്ല. അതുപോലെ ഒരു പുതിയ കാറ് കണ്ടപ്പോൾ എനിക്കും ഈ കാറ് വേണം. സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളുടെ വിജയം കണ്ടപ്പോൾ 5 മിനിറ്റ് വരെ സന്തോഷമുണ്ടായിരുന്ന മനുഷ്യനെ പെട്ടെന്ന് സ്വന്തം ജീവിതം ചെറുതായിട്ട് തോന്നുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യത്തിലെ ദാർശനിക പാരമ്പര്യങ്ങളിൽ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ആഴത്തിലുള്ള പ്രവണതകളെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വാസന. ഇവിടെ വാസന എന്നത് മലയാളത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മണം എന്ന അർത്ഥമല്ല. ലളിതമായി പറഞ്ഞാൽ പഴയ അനുഭവങ്ങളും ആവർത്തനങ്ങളും നമ്മുടെ ഉള്ളിൽ അവശേഷിപ്പിക്കുന്ന, വീണ്ടും അതേ ദിശയിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന പ്രവണത എന്നുള്ളതാണ് ആശയം. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ പരീക്ഷണം ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങളെ ഫോൺ അടുത്തുണ്ടെങ്കിൽ അതിലേക്കൊന്ന് നോക്കുക, എടുക്കണ്ട, ഓക്കെ, വെറുതെ നോക്കുക. ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണമെന്നൊരു ചെറിയ തോന്നൽ, തൃഷ്ണ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യേണ്ട. 2 സെക്കൻഡ് മാത്രം ആ തോന്നലിലൊന്ന് ശ്രദ്ധിക്കുക. അതാണ് ഇന്നത്തെ തന്ത്രത്തിൻ്റെ തുടക്കം. അത് ആഗ്രഹം വന്നാൽ ഉടനെ നിറവേറ്റുന്നതിന് മുമ്പ് ആഗ്രഹത്തെ ഒന്ന് നോക്കിക്കാണുക. പുരാതന മനഃശാസ്ത്ര പരിശീലനങ്ങളിൽ ഇത് വളരെ ഗഹനമായ ഒരു ആശയമാണ്. കാരണം നമ്മൾ സാധാരണ കരുതുന്നത് ആഗ്രഹം വന്നാൽ 2 വഴികളേ ഉള്ളൂ എന്നാ. ഒന്ന്, ആഗ്രഹം നിറവേറ്റുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ആഗ്രഹത്തെ ബലം പിടിച്ച് അടിച്ചമർത്തുക. പക്ഷെ മൂന്നാമത്തെ വഴിയുണ്ട്, ആഗ്രഹത്തെ എങ്ങനെ അനുഭവിക്കുക, പക്ഷെ ഉടനെ അനുസരിക്കാതിരിക്കുക. ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ കാര്യം നമുക്ക് തോന്നാം, പക്ഷേ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു ഭാഗം ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ വന്നു, കൈ ഫോൺ എടുക്കാൻ വേണ്ടി പോകണം, അവിടെ ഒരു ചെറിയ ഇടവേള, എനിക്കിപ്പോൾ ഇത് നോക്കണമെന്നൊരു അർജ്, അതായത് തോന്നൽ വന്നിട്ടുണ്ട്, അത്രമാത്രം. അല്ലെങ്കിൽ ഒരു മധുരമുള്ള സംഭവം കണ്ടു, ഇപ്പോൾ എനിക്കിത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. ആഗ്രഹം വന്നു എന്ന് മാത്രം ഇങ്ങനെ എന്നെ നിരീക്ഷിക്കുക. ഒരു കസ്റ്റമർ നിങ്ങളെ പ്രകോപിപ്പിച്ചു, ഉടനെ ശക്തമായി മറുപടി പറയണമെന്ന് തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ തിരിച്ചടിക്കണമെന്നുള്ള ഒരു അർജുണ്ട്, അത്രമാത്രം. ഇതിന് ഒന്നിങ്ങനെ ആഗ്രഹത്തെ, ആ ശീലത്തെ, ആ വാസനയെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അത് നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ നിഷേധിച്ചിട്ടില്ല, പക്ഷേ ആഗ്രഹം ഒരു കമാൻഡ് അല്ല, അത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. മോഡേൺ സൈക്കോളജിയിലും ന്യൂറോ സയൻസിലും ഇതുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ചില കൗതുകകരമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഒന്നാമത്തത് റിവാർഡ് ലേണിംഗ്. ലളിതമായി പറഞ്ഞാൽ ഒരു പ്രവൃത്തിക്ക് ശേഷം തലച്ചോറിന് പ്രതിഫലകരമായിട്ടുള്ള അനുഭവം ലഭിക്കുമ്പോൾ സമാന സാഹചര്യത്തിൽ ആ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കാൻ പഠിക്കുന്ന പ്രക്രിയ. ഫോൺ തുറക്കുന്നു, പുതിയ മെസ്സേജ്, വീണ്ടും തുറന്നു ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ, പിന്നെയും തുറന്നു ഒരു ലൈക്ക്. ഓരോ തവണയും എന്താണ് കിട്ടുന്ന ഉറപ്പില്ല, പക്ഷേ എന്തെങ്കിലും കിട്ടിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് തുറന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വീണ്ടും വീണ്ടും പരിശോധിക്കാൻ പഠിക്കുക. ഇവിടെ മറ്റൊരു പദം വരുന്നുണ്ട്, ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു പെരുമാറ്റം തുടങ്ങാൻ പ്രേരിപ്പിക്കുന്ന സൂചന. ഒരു ഫോൺ വൈബ്രേഷനിൽ ക്യൂ ആവാം, കോഫിയുടെ മണം ഒരു ക്യൂ ആവാം, ഒരു പ്രത്യേക വ്യക്തിയെ കാണുന്നത് പോലും ഒരു പഴയ ഇമോഷണൽ റെസ്പോൺസിൻ്റെ ക്യൂ ആകാം. ആ ക്യൂ വന്നാൽ പിന്നെ അർജ്, വേറെ തോന്നൽ. അർജ് വന്നാൽ പിന്നെ ആക്ഷൻ. ആക്ഷന് ശേഷം റിവാർഡ് ലഭിച്ചാൽ ആ ലൂപ്പ് കൂടുതൽ പരിചിതമാകും. എവിടെയാണ് ഈ വാസന എന്ന പുരാതനമായ ആശയത്തെ മോഡേൺ റിവാർഡ് ലേണിങ്ങിൻ്റെ കൃത്യമായ ഒരു സയൻറ്റിഫിക് ഇക്വലൻ്റായി കാണാതെ മനുഷ്യൻ്റെ ആകർഷണങ്ങളെക്കുറിച്ചുള്ള ഒരു പഴയ നിരീക്ഷണമായിട്ട് കാണുന്നത് കൂടുതൽ ശരിയാകുന്നത്. ഇനി ഇതിനെ പീക്ക് പെർഫോമൻസിലേക്ക് കൊണ്ടുവന്നാൽ, ഒരു എൻ്റർപ്രണർക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്, പക്ഷേ ഓരോ 20 മിനിറ്റിൽ അയാൾ ഫോൺ പരിശോധിക്കണം. ഒരു പ്രൊഫഷണലിന് ഒരു പ്രധാന റിപ്പോർട്ട് പൂർത്തിയാക്കണം, പക്ഷേ ചെറിയ ബോർഡം, ഒരു ബോർഡടിച്ചപ്പോഴേക്കും ഒരു ടാബ് തുറന്നു. ഒരു ലീഡറിന് റെക്കഗ്നിഷൻ ഇഷ്ടമാണ്, അപ്പോൾ പതുക്കെ ശരിയായ തീരുമാനം എടുക്കുന്നതിനേക്കാൾ ആളുകളുടെ അപ്രൂവൽ കിട്ടുന്ന തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നു. എവിടെയാണ് വിഷയം? ഫോൺ അഡിക്ഷനേക്കാൾ വലുതാകുന്നത് പണം. അതൊരു വാസനയെ മാറാം. സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ, പവർ, അപ്രൂവൽ. ഒരു മനുഷ്യൻ അവയെ ഉപയോഗിക്കുന്നിടത്തോളം പ്രശ്നമില്ല, പക്ഷേ അവയാണ് മനുഷ്യനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതെങ്കിലോ അവിടെയാണ് നമ്മുടെ മാസ്റ്ററി നഷ്ടപ്പെടുന്നത്. പുരാതന തന്ത്രങ്ങളിൽ നിന്ന് ഇവിടെ എനിക്ക് കിട്ടുന്ന വലിയൊരു ഇൻസൈറ്റ് ഇതാ: നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നത് മാത്രം ശ്രദ്ധിക്കരുത്, വേണം എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ ഉയരുന്നു എന്നും ശ്രദ്ധിക്കണം. ഇതാണ് സെൽഫ് മാസ്റ്ററിയുടെ ഒരു തലം. പേഴ്സണൽ മെൻറ്ററിങ്ങിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ചിലപ്പോൾ ഒരാൾ പറയും എനിക്ക് ഫോക്കസ് വേണം, പക്ഷെ പ്രശ്നം ഫോക്കസ് ഇല്ലാത്തതല്ല, അയാളുടെ അറ്റൻഷൻ ചെറിയ ചെറിയ റിവാർഡുകളിലേക്ക് പരിശീലിക്കപ്പെട്ടതാവാം. മറ്റൊരാൾ പറയും എനിക്ക് കൂടുതൽ സക്സസ് വേണം. കുറച്ചുകൂടെ ആഴത്തിൽ നോക്കുമ്പോൾ അയാൾ സക്സസ് അന്വേഷിക്കുന്നതല്ല, മറ്റുള്ളവരുടെ അപ്രൂവൽ അന്വേഷിക്കുന്നതായിരിക്കും അയാളുടെ യഥാർത്ഥ ജീവിതം. അതുകൊണ്ടാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ പാറ്റേൺ മനസ്സിലാക്കാതെ പൊതുവായി സൊല്യൂഷൻ കൊടുക്കുന്നത് പലപ്പോഴും മതിയാകാത്തത്. ഇന്ന് നമ്മൾ ഫോൺ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചോ ഇഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. ഒരു വെല്ലുവിളി മാത്രം എടുക്കുക. അടുത്ത തവണ ശക്തമായ ഒരു തോന്നൽ വന്നാൽ
അത് നിറവേറ്റുന്നതിന് മുമ്പ് വെറും 2 സെക്കൻഡ് മനസ്സിൽ ഇങ്ങനെ ഒന്ന് പറയാം, എനിക്കൊരാഗ്രഹം വന്നിട്ടുണ്ട്, ഇത്ര മാത്രം. അത് ചെയ്യണമോ വേണ്ടയോ എന്ന് പിന്നീട് തീരുമാനിക്കാം. ആ 2 സെക്കൻഡിൽ നിങ്ങൾ ഒരു പുതിയ കാര്യം പഠിക്കുകയാണ്. ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകാം, പക്ഷേ ആഗ്രഹം നിങ്ങളെ നിയന്ത്രിക്കണമെന്നില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിലും വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കാലത്ത് മനുഷ്യൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പരിശീലിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്പനികൾ തന്നെ നമ്മുടെ കണ്ണും ചെവിയും ശ്രദ്ധയും പിടിച്ചെടുക്കാൻ മത്സരിക്കുകയാണ്. പുരാതന യോഗ പാരമ്പര്യങ്ങളിൽ അതിനെ നേരിടാൻ ശക്തമായ ഒരു ആശയം കാണാം: പ്രത്യാഹാര. കണ്ണടിച്ച് ലോകത്തിൽ നിന്ന് ഓടിപ്പോകുക എന്നല്ല ഇതിൻ്റെ പ്രായോഗിക അർത്ഥം. ലോകം നിങ്ങളുടെ ശ്രദ്ധ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പഠിക്കുക. AI-യും സോഷ്യൽ മീഡിയയും നിറഞ്ഞ ഈ കാലത്ത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആ ആശയം എന്തുകൊണ്ടൊരു പുതിയ സൂപ്പർ പവർ ആയി മാറുന്നു എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡ്.